വയനാട്ടിലെ മലനിരകളുടെ നടുവിൽ ഒരു ചെറിയ കഫേ ഉണ്ടായിരുന്നു. ആ കഫേയിൽ ജോലി ചെയ്തിരുന്നത് ആരവായിരുന്നു. പ്രകൃതിയോടേറെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു അവൻ. കാട്ടിന്റെ ശബ്ദം, മഴയുടെ മണം എല്ലാം അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഒരു ദിവസം ഒരു പെൺകുട്ടി കഫേയിൽ കയറി. അവളുടെ പേര് നയന. അവൾ ഒറ്റയ്ക്ക് ഒരു കോണിലിരുന്നു. കാപ്പി ഓർഡർ ചെയ്തു. പിന്നെ ഒരു ചെറിയ നോട്ട്ബുക്കിൽ എന്തോ എഴുതാൻ തുടങ്ങി. ആരവ് അത് ശ്രദ്ധിച്ചു. അടുത്ത ദിവസം അവൾ വീണ്ടും വന്നു. അതേ സീറ്റ്, അതേ നോട്ട്ബുക്ക്. ഇത് ദിവസേന ആവർത്തിച്ചു. ഒരു ദിവസം ആരവ് അവളോട് ചോദിച്ചു, "നീ ദിവസവും എന്താണ് എഴുതുന്നത്?" നയന ചിരിച്ചു പറഞ്ഞു, "ഓർമ്മകൾ, ഞാൻ പോകുന്ന സ്ഥലങ്ങളുടെ അടയാളങ്ങൾ." ആ വാക്കുകൾ ആരവിന് ഇഷ്ടമായി. പതുക്കെ അവർ സംസാരിക്കാൻ തുടങ്ങി. നയന ഒരു ട്രാവൽ റൈറ്ററായിരുന്നു. അവൾ പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്ത് അവിടുത്തെ അനുഭവങ്ങൾ എഴുതും. ആരവ് ചോദിച്ചു, "അപ്പോൾ നീ ഇവിടെ എത്ര ദിവസമുണ്ടാകും?" നയന ചിരിച്ചു, "ഓർമ്മകൾ തീരുന്നതുവരെ." ദിവസങ്ങൾ കടന്നുപോയി. അവരൊരുമിച്ച് മലകളിലൂടെ നടന്നു, മഴയിൽ നനഞ്ഞു, സൂര്യാസ്തമയങ്ങൾ കണ്ടു. ആരവിന്റെ മനസ്സിൽ നയനയോടുള്ള സ്നേഹം വളർന്നു. പക്ഷേ അവനത് പറയാൻ വൈകി. ഒരു ദിവസം നയന കഫേയിൽ വന്നില്ല. അടുത്ത ദിവസം പോലുമില്ല. ആരവ് അല്പം വിഷമിച്ചു. അവൾ പോയി എന്നവൻ മനസ്സിലാക്കി. അവൾ പറഞ്ഞില്ല, വിട പറഞ്ഞില്ല. അവൾ വെറും പോയി. ആരവ് അവളിരുന്ന സീറ്റിലേക്ക് നടന്നു. അവിടെ ഒരു ചെറിയ നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. അത് നയനയുടെ നോട്ട്ബുക്കായിരുന്നു. അവനത് തുറന്നു. അതിനുള്ളിൽ പല സ്ഥലങ്ങളുടെയും കുറിപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവസാന പേജിൽ എഴുതിയിരുന്നത് അവന്റെ ഹൃദയം നിശബ്ദമാക്കി. വയനാട്. ഇവിടെ ഞാനൊരു ഓർമ്മ വിട്ടുപോകുന്നു, ഒരാളിന്റെ രൂപത്തിൽ. ഞാൻ അവനെ സ്നേഹിക്കുന്നു. പക്ഷേ യാത്രകൾ എപ്പോഴും നിർത്താനാവില്ല. ഒരു ദിവസം ഞാൻ തിരികെ വരും, എന്റെ ഏറ്റവും മനോഹരമായ ഓർമ്മയിലേക്ക്. ആരവിന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അതേ കഫേയുടെ വാതിൽ തുറന്നു. ഒരു പെൺകുട്ടി അകത്ത് കയറി. അത് നയനയായിരുന്നു. അവൾ ചിരിച്ചു പറഞ്ഞു, "എന്റെ അടയാളം ഇപ്പോഴും ഇവിടെയുണ്ടോ?" ആരവ് ചിരിച്ചു. അതൊരിക്കലും പോയില്ല. ആ നിമിഷം അവർ മനസ്സിലാക്കി, ചില പ്രണയങ്ങൾ യാത്രകളിൽ നഷ്ടമാകുന്നില്ല. അതൊരടയാളമായി ഹൃദയത്തിൽ എന്നും നിലനിൽക്കും.